DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ മാസം 31-നുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ഒരു 456 രൂപ ബാങ്കുകൾ ഡെബിറ്റ് ചെയ്തതായി ഒരു മെസ്സേജ് നിങ്ങളുടെ ഫോണിലേക്ക് വരുവാൻ സാധ്യതയുണ്ട്. ഇത് ബാങ്കിന്റെ സർവീസ് ചാർജ് എടുക്കുന്നതല്ല. കേന്ദ്ര സർക്കാരിന്റെ 4 ലക്ഷം രൂപ വരെയുള്ള ആനുകൂല്യം അക്കൗണ്ട് ഉടമകൾക്ക് ലഭിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ വാർഷിക ഫീസ് ബാങ്കുകൾ ഈ മാസം അക്കൗണ്ടിൽ നിന്നും ഡെബിറ്റ് ചെയ്യുന്നത്. അതിനായി ഈ മാസം 456 രൂപ നിങ്ങളുടെ SB അക്കൗണ്ടിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ബാങ്ക് അക്കൗണ്ടോ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടോ ഉള്ള ഏതൊരു വ്യക്തിക്കും കേന്ദ്ര സർക്കാരിന്റെ 4 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ട്. സാധാരണക്കാർക്കും കുറഞ്ഞ വരുമാനക്കാർക്കും വലിയ സാമ്പത്തിക ഭാരമില്ലാതെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 2015-ലാണ് ഈ പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. കുടുംബനാഥന്റെ അപ്രതീക്ഷിത വേർപാട് മൂലമുണ്ടാകുന്ന സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കുടുംബത്തെ സംരക്ഷിക്കാൻ ഈ പദ്ധതികൾ സഹായിക്കുന്നു. വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ പദ്ധതിയായ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന അഥവാ PMJJBY ഒരു ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയാണ്. ഇൻഷുറൻസ് എടുത്ത വ്യക്തി സ്വാഭാവികമായോ അസുഖങ്ങൾ മൂലമോ മരണപ്പെട്ടാൽ നോമിനിക്ക് 2 ലക്ഷം രൂപ സഹായമായി ലഭിക്കും. 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ളവർക്ക് ഈ പദ്ധതിയിൽ ചേരാമെങ്കിലും 55 വയസ്സ് വരെ പരിരക്ഷ തുടരാൻ സാധിക്കുന്നതാണ്. PMJJBY പദ്ധതിയുടെ വാർഷിക പ്രീമിയം തുക 436 രൂപയാണ്. ഓരോ വർഷവും മെയ് 31-ന് മുൻപായി ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഈ തുക ഓട്ടോ ഡെബിറ്റ് സൗകര്യം വഴി സ്വയം ഈടാക്കുന്നതാണ്. അതിനാൽ തന്നെ തുക ഡെബിറ്റായി പോകാനുള്ള സമയമാണിപ്പോൾ. ഈ ഇൻഷുറൻസ് എടുത്ത് ആദ്യത്തെ 30 ദിവസത്തിന് ശേഷമുള്ള മരണങ്ങൾക്കാണ് ക്ലെയിം ലഭിക്കുക. എന്നാൽ അപകട മരണമാണെങ്കിൽ ഈ 30 ദിവസത്തെ കാത്തിരിപ്പ് കാലാവധി ബാധകമല്ല. രണ്ടാമത്തെ പദ്ധതിയായ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന അഥവാ PMSBY പ്രധാനമായും അപകട ഇൻഷുറൻസിനാണ് മുൻഗണന നൽകുന്നത്. അപകടം മൂലം മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ അപകടത്തിൽ പൂർണ്ണമോ ഭാഗികമോ ആയ ശാരീരിക വൈകല്യങ്ങൾ സംഭവിക്കുകയോ ചെയ്താൽ ഈ പദ്ധതി പ്രകാരം സാമ്പത്തിക സഹായം ലഭിക്കും. 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് ഈ പദ്ധതിയിൽ അംഗങ്ങളാകാം. ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ പ്രീമിയം നിരക്കുള്ള ഇൻഷുറൻസ് പദ്ധതികളിൽ ഒന്നാണിത്. വർഷത്തിൽ വെറും 20 രൂപ മാത്രമാണ് ഇതിന്റെ പ്രീമിയം തുക. മുൻപ് ഇത് 12 രൂപയായിരുന്നുവെങ്കിലും പിന്നീട് 20 രൂപയാക്കി പുതുക്കി നിശ്ചയിക്കുകയായിരുന്നു. വളരെ തുച്ഛമായ ഈ തുകയിലൂടെ സാധാരണക്കാർക്ക് വലിയൊരു സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നുണ്ട്. PMSBY പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ പരിശോധിച്ചാൽ അപകടമരണം സംഭവിച്ചാൽ നോമിനിക്ക് 2 ലക്ഷം രൂപ ലഭിക്കും. അപകടത്തിൽ 2 കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെടുകയോ 2 കൈകളോ കാലുകളോ നഷ്ടപ്പെടുകയോ ചെയ്താൽ, അതായത് പൂർണ്ണ വൈകല്യം സംഭവിച്ചാൽ 2 ലക്ഷം രൂപ ലഭിക്കും. എന്നാൽ ഒരു കണ്ണിന്റെ കാഴ്ചയോ അല്ലെങ്കിൽ ഒരു കൈയോ കാലോ ആണ് നഷ്ടപ്പെടുന്നതെങ്കിൽ, അതായത് ഭാഗിക വൈകല്യം സംഭവിച്ചാൽ 1 ലക്ഷം രൂപയാണ് ലഭിക്കുക. മെയ് 31-ന് മുൻപായാണ് പദ്ധതിയുടെ പ്രീമിയം തുക ഡെബിറ്റ് ആകുന്നത്. ഈ 2 പദ്ധതികളിലും ചേരുന്നതിനായി പ്രത്യേക മെഡിക്കൽ പരിശോധനകളുടെ ആവശ്യമില്ല എന്നതാണ് പ്രധാന പ്രത്യേകത. അക്കൗണ്ടുള്ള ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ നേരിട്ട് ചെന്നോ നെറ്റ് ബാങ്കിംഗ് വഴിയോ അപേക്ഷ നൽകാം. ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കണം എന്നത് നിർബന്ധമാണ്. ഒരാൾക്ക് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിലും ഒരു ഇൻഷുറൻസ് മാത്രമേ എടുക്കാൻ സാധിക്കൂ. ഇൻഷുറൻസ് കാലയളവ് ഓരോ വർഷവും ജൂൺ 1 മുതൽ മെയ് 31 വരെയാണ്. പ്രീമിയം തുക ബാങ്ക് അക്കൗണ്ടിൽ നിന്നും തനിയെ ഈടാക്കുന്ന രീതിയായതിനാൽ മെയ് മാസം അവസാനമാകുമ്പോൾ അക്കൗണ്ടിൽ ആവശ്യമായ തുക ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. പണമില്ലാത്തത് കാരണം പ്രീമിയം മുടങ്ങിയാൽ ഇൻഷുറൻസ് പരിരക്ഷ റദ്ദാകാൻ സാധ്യതയുണ്ട്. ഇൻഷുറൻസ് എടുത്ത വ്യക്തി മരണപ്പെട്ടാൽ നോമിനി ബന്ധപ്പെട്ട ബാങ്കിനെ സമീപിച്ച് ക്ലെയിം ഫോം പൂരിപ്പിച്ച് നൽകണം. മരണ സർട്ടിഫിക്കറ്റ്, നോമിനിയുടെ തിരിച്ചറിയൽ രേഖകൾ, ബാങ്ക് പാസ്ബുക്ക് എന്നിവ അപേക്ഷയോടൊപ്പം നൽകണം. അപകട മരണമാണെങ്കിൽ പോലീസ് FIR, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നിവ കൂടി ആവശ്യമാണ്. സാധാരണയായി 30 ദിവസത്തിനുള്ളിൽ ക്ലെയിം തുക ലഭിക്കാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.